ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വരാൻ ദ റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ CGLൻ്റെ GK റിവിഷൻ സീരീസാണ് ഓൺഗോയിങ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വൈഷ്ണവ് സാറ് മിഡീവൽ ഹിസ്റ്ററിയുടെ വിജയനഗര എംപയറും ആൻഡ് ബാമണി കിങ്ഡം നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്, അതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് വാർസ് ആൻഡ് ട്രീറ്റീസ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. എഗെയിൻ നമ്മൾ പോകുന്ന ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റ്, അതായത് PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബ്രീഫ് ചെയ്യും. അതിനുശേഷം എന്തായിരിക്കും, നമ്മൾ PYQ സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ടൊക്കെ കൂടെ ഉണ്ടാകുന്ന വിശ്വസിക്കുന്നു. സോ നമുക്ക് ടൈം കളയണ്ട, നമ്മുടെ സെഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആക്ച്വലി അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതായത് യൂറോപ്യൻസ് നമ്മുടെ ഇന്ത്യയിൽ കടന്നു വരുന്ന ആ ഒരു ഓർഡറാണ്. ഓക്കെ, അപ്പോൾ കാലങ്ങളായിട്ട് ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മളിത് ഈ ഒരു ഓർഡർ പഠിക്കുന്നത്. ഈ ഓർഡർ പല പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ കോഡ് ചിലർക്ക് അറിയാം, PSCക്ക് വളരെ പോപ്പുലർ കോഡാണ്. അതിൻ്റെ കോഡ് ഇതാണ്, പോഡാ ബീഫെ എന്നാണ് കോഡ്. പോഡാ ബീഫെ, അതായത് PDBF. ഓക്കെ, അപ്പോൾ 4 പേരാണ് മേജർ ആയിട്ടുള്ള യൂറോപ്യൻ പവേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഓർഡറാണ് പോഡാ ബീഫെ PDBF. ഓക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ചോർത്തിരിക്കാം, പക്ഷേ ഇത് അത്യാവശ്യം പോപ്പുലർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതിലെ P സ്റ്റാൻഡ് ഫോർ പോർച്ചുഗീസ് ആണ് കേട്ടോ, പോർച്ചുഗീസ്. അപ്പോൾ ആദ്യം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് പോർച്ചുഗീസ് ശക്തികളാണ്. അതിനുശേഷമാണ് D ഫോർ ഡച്ച്. ഓക്കെ, പിന്നെ B വരുന്നത് അറിയാലോ, ബ്രിട്ടീഷ് ആണ്, ബ്രിട്ടീഷ്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂട്ടത്തിലെ കൊമ്പൻ എവിടെയും ചോദിക്കുന്നില്ല, കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ആരാണ്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്നുള്ള അവരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് കാണപ്പെട്ടതും. പിന്നീട് ഇവിടെ നമുക്ക് കോളനൈസേഷൻ്റെ ഒക്കെ ബാക്കി കഥ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. പിന്നെ വരുന്നതാണ് ഫ്രാൻസ് അഥവാ ഫ്രഞ്ച് ശക്തികൾ. ഈ 4 പേരുമാണ് നമുക്ക് യൂറോപ്യൻസ് എന്ന് പറയുന്ന 4 നമുക്ക് കാറ്റഗറീസ് പറയുന്നത്. ഇതിൻ്റെ വന്ന ഓർഡറും ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. പോർച്ചുഗീസിൻ്റെ എന്തൊക്കെയാണ് മേജർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. എഗെയിൻ ക്ലാസ് മാത്രമല്ല, ഒരു റിവിഷൻ സീരീസാണ്. അപ്പോൾ അങ്ങനെ തന്നെ കീ കോൺസെപ്റ്റ് മാത്രം പറയാനുള്ള ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പോർച്ചുഗീസിനെ പറ്റി പറയാം. പോർച്ചുഗീസിനെ പറ്റി പറയുമ്പോൾ ആരാണ്, ആരുടെ പേര് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ, വാസ്കോഡ ഗാമയുടെ പേര് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ പോർച്ചുഗീസ് ആദ്യമായിട്ട് ഇവിടെ വരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ, വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ വരുന്ന മുനമ്പ് അഥവാ കേപ്പ് എന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആണ് കേട്ടോ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. എവിടെയാണ് എത്തിയത് നമുക്ക് അറിയാം, കാപ്പാട് കടപ്പുറത്താണ് അല്ലേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ടാണ് അദ്ദേഹം വരുന്നത്. വരുന്ന വർഷം നോട്ട് ചെയ്തോ, 1498. ഓക്കെ, കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മെയ് 20th ആണ് കേട്ടോ. മെയ് 20th 1498 മെയ് 20 വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, കപ്പലിറങ്ങുന്നത്. അപ്പോൾ കപ്പലിറങ്ങുമ്പോൾ കപ്പലിൻ്റെ പേരും കൂടെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കപ്പലിൻ്റെ പേര് സാവോ ഗബ്രിയേൽ എന്നാണ് കേട്ടോ. സാവോ ഗബ്രിയേൽ എവിടെ ഇറങ്ങുന്ന അറിയാലോ, കാപ്പാട് കടപ്പുറത്താണ്. സോ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ സാമൂതിരിമാർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ വെൽക്കം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് നമുക്ക് കുരുമുളക് തുടങ്ങിയുള്ള നമ്മുടെ സ്പൈസസ് ഒക്കെ നോക്കിയാണ് അദ്ദേഹം വരുന്നത്. വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ സാമൂതിരികളൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട്, തിരിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ പുള്ളി തിരിച്ചു പോകുന്നുണ്ട് അടുത്ത വർഷം തന്നെ. അതിനുശേഷം 1502 പുള്ളി രണ്ടാമത് വരുന്നുണ്ട്, സെക്കൻഡ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് 1524 കേട്ടോ. 1524 പിന്നെ പുള്ളി തിരിച്ചു പോകുന്നില്ല. പക്ഷെ പോകുന്നതിന് മുന്നേ പുള്ളി എന്താണ്, മരണമടയാണ്. മലേറിയ പിടിപെട്ട് പുള്ളി മരിക്കുകയാണ് ചെയ്യുന്നത്. മലേറിയ പറയുമ്പോൾ മലേറിയ പിടിപെട്ട് മരിച്ച മറ്റൊരു ആളെ നമുക്കറിയാലോ, നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ച ഫസ്റ്റ് 1ാമോ 2ാമത്തെ ക്ലാസ് എന്താ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിക്കുന്നത് എങ്ങനെയാണ്, മലേറിയ വന്നിട്ടാണ്. അപ്പോൾ അതുപോലെ ഡിസെൻട്രി എന്ന് മരിക്കുന്ന ആരാ, അക്ബർ ചക്രവർത്തിയാണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, മലേറിയ വെച്ചൊരു വേറൊരു പേരുണ്ടല്ലോ, ആരാ, അലക്സാണ്ടറാണ്. ഓക്കെ, അപ്പോൾ 1524 വരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എന്താ, മലേറിയ പിടിപെട്ട് അദ്ദേഹം മരിക്കുന്നുണ്ട്. ഓക്കെ, ശരി. പോയിന്റ്സ് നോട്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ നോട്ടിൽ എന്ത് ചെയ്യുക, സൈഡിൽ ആഡ് ചെയ്ത് വെക്കുക. ഇത്രയും ഓക്കെ ആണല്ലോ. കൊച്ചി ആണ് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. നമുക്കിനി ഞാൻ എഴുതിയില്ല അല്ലേ, അത് നമ്മുടെ കൊച്ചിയിലാണ് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആദ്യം വരുന്ന സമയത്ത്. പിന്നെ ഇവിടെ മേജറായിട്ട് പോർച്ചുഗീസിൻ്റെ ഗവർണേഴ്സിനെ പറ്റി 1-2 പേരുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഇവിടെ നോക്കാം. സോ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗവർണർ ഓഫ് അല്ലെങ്കിൽ പോർച്ചുഗീസിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ഡി അൽമെയ്ദ എന്നാണ് കേട്ടോ. ഫ്രാൻസിസ് ഡി അൽമെയ്ദ എന്നാണ്. തൽക്കാലം ഡി അൽമെയ്ദ എന്തൊക്കെയാണ് നോട്ട് ചെയ്യുക. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന വേറൊരു പോളിസി ഉണ്ട്, ബ്ലൂ വാട്ടർ പോളിസി കേട്ടോ. ബ്ലൂ വാട്ടർ പോളിസി ഇൻട്രൊഡ്യൂസ് ആരാ അല്ലെങ്കിൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരുടെ പേരാ പറയണ്ടേ,
ഫ്രാൻസിസ് ഡി അൽമേദയാണ്. ഇദ്ദേഹമാണ് ഫസ്റ്റത്തെ എന്താ പോർച്ചുഗീസ് ഗവർണർ. നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ഡി അൽമേദയാണ്. ബ്ലൂ വാട്ടർ പോളിസി. ഓക്കെ, ശരി. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി പക്ഷേ അത് പ്രോപ്പറായിട്ടൊരു ഭരണം കാഴ്ചവെക്കുന്ന വേറൊരു പേരുണ്ട്. അതാണ് ആൽബർ ക്യുർക്കി. ആൽബർ ക്യുർക്കി. സ്പെല്ലിംഗ് ഒന്നും നോക്കിക്കോടാ. ആൽബർ ക്യുർക്കി. ഓക്കെയാണ്. അപ്പോൾ റിയൽ ഫൗണ്ടർ നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആരാ? കുത്തുബുദ്ദീൻ ഐബക്കാണ് അല്ലേ? പക്ഷേ റിയൽ ഫൗണ്ടർ വെച്ചാൽ ആരാ പറയുന്നത്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഇൽത്തുമിഷ പറയുന്നത്. അതുപോലെ ഫൗണ്ടർ ഉണ്ട് ഇവിടെ, ഫസ്റ്റ് പോർച്ചുഗീസ് ഗവർണർ. പക്ഷേ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് അതോറിറ്റി ചോദിച്ചാൽ, റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് അതോറിറ്റി ചോദിച്ചാൽ ആരുടെ പേരാ പറയണ്ടേ? ആൽബർ ക്യുർക്കിയുടെ പേരാ പറയണ്ടേ കേട്ടോ. ആൽബർ ക്യുർക്കി, പോർച്ചുഗീസ് അതോറിറ്റി. ഓക്കെ അല്ലേ? ശരി. ഇനി ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ പ്രിന്റിംഗ് പ്രസ്, ഇന്ത്യൻ എന്നല്ല, ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ ആരാ കൊണ്ടുവരുന്നത്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ അവരാണ് എന്ത് ചെയ്യുന്നത്? ഗോവയിലാട്ടോ. ഗോവയിലാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇവർ കൊണ്ടുവരുന്നത്. ഓക്കെ, യെസ്. പിന്നെ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇവർ ഈ വരുന്ന കാലഘട്ടം അറിയാമല്ലോ, അത് 1498 ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അക്ബറാണ് നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ടൊബാക്കോ, പുകയിലയൊക്കെ കൊണ്ട് കാഴ്ചവെക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് എക്സ്ട്രാ ഫാക്ട് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ വർഷം കൂടെ നോട്ട് ചെയ്തോണം. ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 1500 അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1556 കേട്ടോ. ഗോവയിലാണ്. ഏത് യൂറോപ്യൻ ശക്തി വരുന്നത്? പോർച്ചുഗീസ് ശക്തികളാണ് എന്ത് ഇവിടെ ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ പതിയെ ഇവിടെ സ്ട്രെങ്ത്തുകളൊക്കെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. പല ഉണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ മറാത്താസിൻ്റെ അപ്രൈസിങ് വരുന്നുണ്ട്. മാത്രമല്ല വിജയനഗര എംപയറുമായിട്ട് ഇവർക്ക് ഭയങ്കര നല്ല ഒരു റിലേഷൻ ആയിരുന്നു ഇവർക്ക്. ആർക്കാ? പോർച്ചുഗീസുകാർക്ക്. അപ്പോൾ നല്ല ടേംസിലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ പല ഫാക്ടേഴ്സ് കൊണ്ടിട്ട് വിജയനഗര എംപയർ ഡിക്ലൈൻ ആവുന്നുണ്ട്. സോ അത് അത്രയും അവരെന്താ ഭയങ്കര ചങ്കായിട്ട് നിൽക്കുമ്പോൾ അവർ ഡിക്ലൈൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഡിക്ലൈൻ ആവുന്നു? പതിയെ പോർച്ചുഗീസിൻ്റെ പവറും ഇവിടെ ഇന്ത്യയിൽ ഡിക്ലൈൻ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റും ബ്രിട്ടീഷുകാരും ആ കാലഘട്ടത്തിൽ സ്ട്രോങ് ആകുന്നുണ്ട്. കുറച്ച് ലേറ്റർ നമ്മൾ പോർച്ചുഗീസ് വന്ന കുറച്ച് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ സ്ട്രോങ് ആയി മാറുമ്പോൾ ഒബ്വിയസ്ലി എന്താവും? പോർച്ചുഗീസിൻ്റെ ശക്തി കുറയും, അല്ലെങ്കിൽ അവരുടെ ഡിക്ലൈൻ അത് കാരണമായി മാറും. ഇത്രയും ഓക്കെ ആണല്ലോ? ശരി. പല ടൈംസും പറയുന്നില്ല, ഇവരുടെ ഫെനാറ്റിക് റിലീജിയസ് പോളിസിയൊക്കെ പറയുന്നില്ല. ഒരുപാട് കഥയൊന്നും പറയുന്നില്ല. ഇമ്പോർട്ടൻറ്റ് നമുക്ക് എക്സാമിന് അതേ ടൈമില്ല. അപ്പോൾ കീ പോയിന്റ്സ് മാത്രം പറഞ്ഞായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മുടെ വാസ്കോഡ പറ്റി പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ടൂം, അതായത് അദ്ദേഹത്തിനെ അടക്കിയേക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് അല്ലേ? കൊച്ചിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വരുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കിയേക്കുന്നത് കേട്ടോ. മരിച്ചത് മലേറിയ ബാധിച്ചിട്ടാണ്. അടക്കിയേക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഓക്കെ, അടക്കിയത് ക്രെമേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റിമെയിൻസ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്താൽ മതി. റിമെയിൻസ് ആരുടെയാണ്? വാസ്കോ ഡ ഗാമ. ശരി, യെസ്. ഒരുവിധം പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് PYQ പോകുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ PDBF അല്ലേ, പോഡ ബീഫ് എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് P ഫോർ പോർച്ചുഗീസ്. അത് കഴിഞ്ഞു നമുക്കിനി ഡച്ചിലേക്ക് കിടക്കാം. ഒരുപാട് പോയിന്റ്സ് ഒന്നും പറയാനില്ല, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഡച്ച്. അപ്പോൾ 1498 ആര് പോർച്ചുഗീസിൻ്റെ കാലഘട്ടം പറയുന്നത്? ഡച്ചുകളുടെ കാലഘട്ടം പറയാനുള്ളത് 1602 കേട്ടോ. 1602 1602 മുതൽ 1759 വരെ ഇവരുടെ. എന്തുകൊണ്ട് ഈ വർഷം പറഞ്ഞു ചോദിച്ചാൽ ഈ വർഷം വെച്ചിട്ട് ഒരു യുദ്ധം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എഴുതാം. കിടന്നോട്ടെ. അപ്പോൾ ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കുക. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ഫ്രഞ്ചിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. അതൊക്കെ വരും. തൽക്കാലം 1602 എന്ത് വരുന്നത്? ഡച്ചിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഫസ്റ്റ് ഫാക്ടറി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫാക്ടറി മസൂളിപട്ടണം. ഓക്കെ, മസൂളിപട്ടണത്തിലാണ് ഇവരുടെ ആദ്യത്തെ ഫാക്ടറി കേട്ടോ. ഫസ്റ്റ് ഫാക്ടറി എവിടെയാണ്? ആരുടെയാ? ഡച്ചുകാരുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഫാക്ടറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് മസൂളിപട്ടണം. ഓക്കെ, പിന്നെ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആക്ച്വലി ആദ്യം വരുന്നത് പുലിക്കട്ട്. ആ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ, പുലിക്കട്ട് ലേക്ക്. അതിൻ്റെ പ്രത്യേകത പറയാം. പുലിക്കട്ടിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ നാഗപട്ടണത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് എവിടെയാണ്? പുലിക്കട്ടിലാണ്. ഈ പുലിക്കട്ട് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡറാണ്.
പുലിക്കാട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? നാഗപട്ടണത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പുലിക്കട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ പുലിക്കട്ട് എന്ന ലേക്കാണ് കേട്ടോ, പുലിക്കട്ട് ലേക്ക്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്, സോൾട്ട് വാട്ടർ ലേക്സ് ഉണ്ട്. നമുക്ക് ഫ്രഷ് വാട്ടർ ലേക്ക് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജിക്ക് പഠിക്കേണ്ട ഒരു പോയിന്റാണ് ഫ്രഷ് വാട്ടർ ലേക്കും അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ. അതുപോലെ ബ്രാക്കിഷ് വാട്ടർ ഉണ്ട്. അപ്പോൾ ബ്രാക്കിഷ് വാട്ടർ ലഗൂൺസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ തന്നെ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ബ്രാക്കിഷ് ലേക്ക് പറയുമ്പോൾ ഒന്നാം സ്ഥാനം വരുന്നത് ഒഡീഷയിലുള്ള ചിൽക്ക ലേക്കാണ് കേട്ടോ. ഒഡീഷയിലെ ചിൽക്ക ലേക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, ഒഡീഷയിലെ ചിൽക്ക ലേക്കാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം വരുന്നതാണ് നമ്മുടെ പുലിക്കട്ട് ലേക്കിന്. പുലിക്കട്ട് ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശും തമിഴ്നാട് ബോർഡറിലാണ്. മേജർ പോർഷനും AP ആന്ധ്രാപ്രദേശിലാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ 2 പോയിന്റ് എക്സ്ട്രാ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, സ്ട്രാറ്റജിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ഏറ്റവും വലിയ ബ്രാക്കിഷ് ഇല്ല, ഈ ഫസ്റ്റ് ഇൻ ദ സെൻസ് വലിപ്പമാട്ടോ ഉദ്ദേശിക്കുന്നത്. ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് എന്ന് ചോദിച്ചാൽ ചിൽക്ക ലേക്കാണ് വരുന്നത്, ഒഡീഷയിലാണ് കേട്ടോ, ഒഡീഷ. സെക്കൻഡ് പുലിക്കട്ട്, അവിടെ AP ആൻഡ് തമിഴ്നാട്, രണ്ടും നോട്ട് ചെയ്തോണം. ഓക്കെ, ഇങ്ങനെ ചോദിക്കാം നമുക്ക് AP തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ അല്ലെങ്കിൽ ലേക്ക് എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ ഉത്തരം? പുലിക്കട്ട് ലേക്കാണ്. ഇവിടെ പറഞ്ഞാൽ എന്താ, പുലിക്കട്ട് ലേക്കിലെ ഇവിടെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് അത് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാ? നാഗപട്ടണത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഡച്ചിനെ പറ്റി നമുക്ക് അധികം ഒന്നും പറയാനില്ല. പിന്നെ ഒരു പോയിന്റ് ഉള്ളത്, ഇവർ ഭയങ്കര ഈ വരുന്ന എല്ലാവരും ആരുമായിട്ട് തല്ലുണ്ടാക്കുമെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വലിയ തല്ലുണ്ടാക്കും. ബ്രിട്ടീഷുകാർ തന്നെ ലാസ്റ്റ് ജയിക്കും. അതിൻ്റെ കഥയൊക്കെ പറയാം. തൽക്കാലം ഇവർക്ക് നല്ല റൈവൽറി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ട്. അപ്പോൾ റൈവൽറി കാരണം ഇവർ പരാജയപ്പെടുന്നത്. അഥവാ 1759 ബാറ്റിൽ ഓഫ് ബെഡാറ. സ്പെല്ലിംഗ് അത് തന്നെയല്ലേ? അതെ, അവിടെ ബെഡാറ എന്നും കാണാറുണ്ട്, BIDERRAH. ഈ രണ്ടും ഒന്നാട്ടോ. ബിഡറ എന്ന് പറഞ്ഞാലും ബെഡാറ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട കോഡ് ഇതാ, ഈ ബിയും ഈ ഡിയും പിടിച്ചോണം കണ്ടോ, BD ഇവിടെയുണ്ട്, ബിയും ഡിയും. ഈ B ഫോർ ബ്രിട്ടീഷ്, D ഫോർ ഡച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ ആരൊക്കെ തമ്മിൽ യുദ്ധമാണ്? ബെഡാറ അല്ലെങ്കിൽ ബിഡറ എന്ന് ചോദിച്ചാൽ എന്താ? B സ്റ്റാൻഡ്സ് ഫോർ ബ്രിട്ടീഷ്, D സ്റ്റാൻഡ്സ് ഫോർ ഡച്ച്. ഓക്കെ ആണ്. വർഷം 1759. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം വർഷം പറഞ്ഞത്. അപ്പോൾ 1602 ഇവിടെ എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക ഡച്ചുകാർ. 1759 വരെ ഇവിടെ ഭരണം നീളുന്നുണ്ട്. ആര് കാരണം അവർ പരാജയപ്പെടുന്നത്? ബാറ്റിൽ ഓഫ് ബെഡാറയിൽ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഇവരുടെ ഒരു പതനം അല്ലെങ്കിൽ ഡിക്ലൈൻ ആവുന്നത്. ഓക്കെ ആണല്ലോ. സോ സെക്കൻഡ് നമ്മളെ യൂറോപ്യൻ ശക്തിയും കഴിഞ്ഞു. ഫസ്റ്റ് പോർച്ചുഗീസ് പറഞ്ഞു, ഇപ്പോൾ ഡച്ച് കഴിഞ്ഞു. ഇനി പോകാൻ അങ്ങോട്ടാണ് പോടാ B ഫോർ ബ്രിട്ടീഷ് ആണ് കേട്ടോ. വന്ന ഓർഡറല്ല പറഞ്ഞു പോകുന്നത് കേട്ടോ, ബ്രിട്ടീഷ്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഇച്ചിരി പറയാനുള്ള ആരെ പറ്റിയാണ്? കുറച്ചധികം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പോയിന്റ്സ് പറയാനുള്ളത് ബ്രിട്ടീഷുകാരെ പറ്റിയിട്ടാണ്. ഇവർ വരുന്ന വർഷം പറഞ്ഞാൽ 1600 മുതലാണ് അല്ലേ? 1600 മുതൽ. ഇവർ എന്ന് വരെ നമ്മുടെ ഇവിടെ ഉണ്ടാണ്? 1947 അല്ലേ? നമുക്ക് ഇനി സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇവരിവിടെ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ച അല്ലെങ്കിൽ ഇവിടെ കോളനീസ് സ്ഥാപിച്ച ഒരു യൂറോപ്യൻ ശക്തി ചോദിച്ചാൽ എന്തിനാണ്? ഏത് കുഞ്ഞിനുള്ള ഉത്തരം വരാൻ പറ്റുമല്ലേ? ബ്രിട്ടീഷാണ് അതിൻ്റെ ഉത്തരം. ബ്രിട്ടീഷുകാരാണ് ഇത്രയും അല്ലേ 347 കൊല്ലം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? 3.5 നൂറ്റാണ്ട് നമ്മളെ ഭരിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അത് നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ വാസ്കോഡ ഗാമയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ഷിപ്പ് വെച്ച് പഠിച്ച് ഇവിടെ എന്ത് ചെയ്യാം? ഷിപ്പ് വെച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ 1600 ഇവിടെ ഹെക്ടർ എന്ന് പറയുന്ന ഒരു ഷിപ്പിലാണ് ഇവർ വരുന്നത്. ഹെക്ടർ വരുന്ന ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഹോക്കിൻസ്. ഇവർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. സൂററ്റില്ല ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിവിടെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 രീതിയിൽ പറയാറുണ്ട് കേട്ടോ. 1613 സൂററ്റിൽ ഫാക്ടറി പറയുന്നുണ്ട്. 1651 ഹൂഗ്ലി. ഇത് പലരെയും കൺഫ്യൂസ് ആയി പോകുന്ന ഒരു പോയിന്റാണ് കേട്ടോ. അപ്പോൾ 1613 1651 ഇവിടെ ഫാക്ടറി സ്ഥാപിക്കുന്ന ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാരെ പറ്റി തന്നെ പറയുന്നത്. പക്ഷേ ഇത് ബംഗാൾ അല്ലേ? നമ്മുടെ ബംഗാളിലെ ആദ്യത്തെ ഫാക്ടറി വെച്ചാൽ 1650 ഹൂഗ്ലി നദിയുടെ തീരത്തായിട്ട് അല്ലെങ്കിൽ ബാങ്ക്സ് ഓഫ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഹൂഗ്ലി നദിയുടെ തീരത്തായിട്ട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ എന്ത് പറയണം? 1651 1651 ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1613 സൂററ്റിൽ കാര്യം പറഞ്ഞത്. 1613 ഫസ്റ്റ് ഫാക്ടറി സൂററ്റിൽ. ഇത്ര ഓക്കെ ആണല്ലോ? ശരി. ഇനി ഇദ്ദേഹത്തിന് കാര്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീറിനോട് അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് ജഹാംഗീറാണ് മുഗൾ ചക്രവർത്തി. ജഹാംഗീർ അധികാരത്തിരിക്കുന്ന ജഹാംഗീറിനോട് ചോദിക്കുന്നുണ്ട്, എടാന്നല്ല അല്ലയോ തമ്പുരാനെ, എന്താണ് കുറച്ച് അധികാരം തരൂ, എന്തിനാ ഫാക്ടറി വയ്ക്കാൻ? പക്ഷേ അധികാരം കൊടുക്കുന്നില്ല. പിന്നെ ലേറ്ററാണ്
അധികാരം കൊടുക്കുന്നതും ബാക്കിയുള്ള പരിപാടികളും. പിന്നെ ട്രേഡിംഗ് സെൻറ്റർ അതും കൂടെ നോട്ട് ചെയ്യാം. ഒരു ട്രേഡിംഗ് സെൻറ്ററും ഇവർ വെക്കുന്നുണ്ട് കേട്ടോ. ട്രേഡിംഗ് സെൻറ്റർ 16-15 16-15 വിട്ട് ചെയ്തണോ 16-15 ഓക്കെ. ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ. ശരി, ഞാൻ എന്തെങ്കിലും പോയിന്റ് വിട്ടോ നോക്കുവാണ്. ജസ്റ്റ് ഇല്ലാത്ത പോയിന്റ് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ആഡ് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, മതി, ഇത്രയും മതി. നമുക്ക് ഫ്രഞ്ചിലോട്ട് കയറാം. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് PYക്ക് വെച്ച് പഠിക്കാം, കുഴപ്പമില്ല, ടൈം കളയണ്ട. ഫ്രഞ്ച് പറയുമ്പോൾ അല്ലേ, ഫ്രാൻസ് അവരുടെ ആധിപത്യമാണ് വരുന്നത്. അത് വരുന്ന കാലഘട്ടം നിന്ന് 1664 മുതലാണ് കേട്ടോ. 1664 മുതലാണ്. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ പറയുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. പക്ഷേ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. അതുപോലെ അതിന് മുന്നേ ആരുടെ കാര്യം പറയുന്നത്, ഡച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഫാക്ടറിയും ഇവിടെ തന്നെയാണ്, സൂററ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവരുടെയും ഫസ്റ്റ് ഫാക്ടറി എവിടെയാണ്, സൂററ്റിൽ. നമ്മൾ നേരത്തെ എവിടെ പറഞ്ഞത്, സൂററ്റിലാണ്. 1613 1651 ഹൂഗ്ലി നദി തീരത്ത് ബംഗാളിൽ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ 13 നോക്കുക, ബംഗാളിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതുപോലെ ഹൂഗ്ലി നദി തീരത്തുള്ള 1651 വർഷം നോട്ട് ചെയ്യുക. ഓക്കെ, ശരി. നോക്കിയത് ഏതൊക്കെ ഒരു പോയിന്റ് എന്തെങ്കിലും വിട്ടോ നോക്കിയതാണ്, മതി, കുഴപ്പമില്ല. ശരി, ഇനി നമുക്ക് പറഞ്ഞപ്പോൾ എല്ലായിടത്തും ക്യാപിറ്റൽ പറഞ്ഞു അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞ പോണ്ടിച്ചേരി ക്യാപിറ്റൽ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ക്യാപിറ്റൽ പറഞ്ഞു. ഇവിടെ നമുക്ക് പറയാനുള്ള ക്യാപിറ്റൽ എവിടെയും ചോദിച്ചാൽ പോണ്ടിച്ചേരിയാണ് അല്ലേ. ഫ്രഞ്ച് കോളനിയാണ്. അപ്പോൾ പോണ്ടിച്ചേരിയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഇവർക്ക് എഗെയിൻ വേറെ പോയിന്റ് ഒന്നും ഇല്ല. നമുക്ക് ആംഗ്ലോ ഫ്രഞ്ച് റൈവലറി ഉണ്ടായിരുന്നു. ഈ ആംഗ്ലോ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യുക, ആംഗ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെ, ബ്രിറ്റ്സിനെയാണ് കേട്ടോ. നമ്മുടെ വെള്ളക്കാരെ പറ്റിയാണ് ആംഗ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആംഗ്ലോ ഫ്രഞ്ച് റൈവലറി ഉണ്ടായിരുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ഒരു വാർ അല്ലെങ്കിൽ ബാറ്റിൽ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് സ്വാലി ഹോൾ ആണ് കേട്ടോ. ബാറ്റിൽ ഓഫ് സ്വാലി എന്നും കാണാറുണ്ട്, സ്വാലി ഹോൾ എന്നും കാണാറുണ്ട്. രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതാരൊക്കെ തമ്മിലാണ്, ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിലാണ്. നോട്ട് ചെയ്യാം. എന്തെങ്കിലും കോഡ് വെച്ചെങ്കിലും മറന്നു പോരുത്. അങ്ങനെ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു PYക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരി, 16-12 എനിക്കിതിന് തൊട്ട് മുന്നേ സ്റ്റക്കായിരുന്നു. യെസ്, ഇത് ആക്ച്വലി 1606 തോന്നുന്നു. അല്ല, ഇത് 1613. ഇത് മാറ്റമില്ല കേട്ടോ. ഇവിടെ ഇത് 1609. യെസ്, ട്രേഡിംഗ് സെൻറ്റർ 1609 സൂററ്റ്. ഇത് മാറ്റമില്ല, നേരത്തെ അതേ പോയിന്റ് തന്നെ. കറക്ഷൻ ഉള്ളത് ഇവിടെ ട്രേഡിംഗ് സെൻറ്റർ വരുന്നത് 1609 കേട്ടോ. അത് കറക്റ്റ് ചെയ്തോണം. നേരത്തെ ഇപ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഓർമ്മ വന്നത്. സ്വാലി ഹോള് 1612 വരുന്നത്. ഓക്കെ, കണക്ട് ചെയ്താൽ പഠിച്ചേക്കുന്നത്. ശരി, ഇനി നമുക്ക് പ്രധാന 2-3 പോയിന്റ് കൂടെ പറയാനുണ്ട്. ഫ്രഞ്ചുകാരും ഇവർ നമ്മൾ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സ്വാലി ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തോമസ് റോ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ബ്രിട്ടനിലെ അംബാസിഡറാണ്. ജെയിംസ് 1 രാജാവിൻ്റെ അംബാസിഡറാണെന്ന് പറയാം. അംബാസിഡറാണ് ആരെന്ന് പറയുന്നത്, തോമസ് റോ എന്ന് പറയുന്നത്. ഇദ്ദേഹം വരുന്നത് 1615 കേട്ടോ. ഈ 15 എനിക്ക് ആ 15 കൺഫ്യൂഷൻ ആയി പോയതാണ്. ഇവിടെ 1615 തോമസ് റോ വരുന്നത്. 1609 ട്രേഡിംഗ് സെൻറ്റർ സ്ഥാപിക്കുന്നത്. മാറിപ്പോരുത്. ശരി, ഇനി ഒരു പോയിന്റ് പറയാം. നമ്മുടെ കൽക്കട്ട എക്സ്ട്രാ ഒരു ഫാക്റ്റാണ്. കൽക്കട്ട നഗരം സ്ഥാപിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത് വെച്ചാൽ കൽക്കട്ട നഗരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന, കൽക്കട്ട സിറ്റി കൊണ്ടുവരുന്ന ആരെന്ന് ജോബ് ചർണോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ജോബ് ചർണോക്ക് 1690 കേട്ടോ. അപ്പോൾ ഇവിടെ 1690 കൽക്കട്ട നഗരം സ്ഥാപിക്കുന്നു. 1609 എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് സെൻറ്റർ ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടല്ല, ആ വർഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പ്രസിഡൻസി ടൗൺസ് ഒക്കെ വരുന്നല്ലേ, കൽക്കട്ട, ബോംബെ, മദ്രാസ്. 3 പ്രസിഡൻസി ടൗൺസാണ് നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. അത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനോട് ചേർന്നാണ് ആക്ച്വലി നമ്മുടെ ശിവാജി അല്ലെങ്കിൽ ഛത്രപതി ശിവാജി മറാത്താസിൻ്റെ അപ്രൈസിങ് വരുന്നത്. അതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ വൈഷ്ണവ് സാർ ക്ലിയർ ചെയ്തതാണ്. ഇനി നമുക്ക് വരുന്ന ടോപ്പിക് വാർസ് ആൻഡ് ട്രീറ്റീസ് ആണ്.
പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചുള്ള കുറച്ച് PYQs ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കേടാ. ഫസ്റ്റ് നമ്മൾ PYQ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, യൂറോപ്യൻസ് എൻറ്റേർഡ് ഇന്ത്യ വിത്ത് എ മൈൻഡ് സെറ്റ് ഓഫ് ട്രേഡിംഗ് ഓൺലി, അല്ലേ? കച്ചവടം മാത്രമായിരുന്നു ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു? പിന്നെയാണ് ഇവർക്ക് അധികാരം. ഓക്കെ, നല്ലൊരു എന്താണ് നമ്മുടെ ബാബർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ, അവർ വന്നത് വേറെ ഉദ്ദേശത്തോടെ, പക്ഷെ വന്നു കഴിയുമ്പോൾ ഉദ്ദേശങ്ങളൊക്കെ മാറുന്നുണ്ട്, ലക്ഷ്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതുപോലെ ഇവിടെയും പറയുന്ന കാര്യം, യൂറോപ്യൻസ് വരുന്നത് ആക്ച്വലി കച്ചവടം മാത്രമേ ഇവിടെ മനസ്സിലുള്ളൂ. പിന്നെയാണ് വന്നു കഴിയുമ്പോൾ നല്ലൊരു ബാറ്റലിയോണാണ് ഇവിടെ നമുക്ക് വിളവിറക്കാന്ന് ഓർത്തിട്ടാണ് ഇവിടെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ യൂറോപ്യൻ നേഷൻസ് ഒക്കെ ആ സ്ട്രീക്കാണ് ഒരു കോംബോ, അല്ലേ? ഒന്നിന് പിറകെ ഒന്നായി ചെയിൻ റിയാക്ഷൻ പോലെ ഇനി ഞാൻ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്ട്രീക്കിൽ ആദ്യം വരുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഉണ്ട്, അല്ലേ? കറക്റ്റ് പറയാമല്ലോ. നമ്മുടെ കോഡ് എന്താണ്? പോഡ ബീഫ്, അല്ലേ? PDBF ഇതാണ് ഓർഡർ, അല്ലേ? അപ്പോൾ ആദ്യം വരുന്നത് ആയിക്കോട്ടെ, രണ്ടാമത് വരുന്നത് ആയിക്കോട്ടെ, മൂന്നാമത് നാലാമത് ആയിക്കോട്ടെ, നമുക്ക് ഒറ്റ കോഡിനും എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്താ? പോർച്ചുഗീസ് ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ആദ്യം വരുന്ന ആരാടാ? പോർച്ചുഗീസ് ആണ്. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലേ? 4 പേർക്കും ഞാൻ പറഞ്ഞതാണ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, അല്ലേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണ് ജോസഫ് ഫ്രാൻകോയിസ് ഡ്യൂപ്ലെ എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഉണ്ടായിരുന്നെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാടാ? ഡച്ച് ആണോ, ഫ്രഞ്ച് ആണോ, ഇംഗ്ലീഷ് ആണോ, പോർച്ചുഗീസ് ആണോ? നോക്കി, ഇതിൻ്റെ ഉത്തരം ആക്ച്വലി എന്താണ്? ഫ്രഞ്ച് ആണ് കേട്ടോ, ഫ്രഞ്ച് ആണ്. എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഫ്രാങ്കോയി ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം, ഇഷ്ടമുള്ള രീതി കണക്ട് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യുക, തെറ്റിപ്പോകരുത്. ഓക്കെ, ഇപ്പോൾ ഡ്യൂപ്ലെ ഈ പേര് മാത്രം ഞാൻ ആക്ച്വലി എൻ്റെ നോട്ടിലുള്ളത് ജോസഫ് ഫ്രാൻകോയി ഡ്യൂപ്ലെ എന്ന് കണ്ടാലും ആര് തന്നെയാണ്? നമ്മുടെ ഫ്രഞ്ചിൽ ഒരു ഗവർണർ ജനറൽ ആയിരുന്നു. ഇത് നമുക്ക് പഠിക്കും. നമ്മളൊരു വാറ് പഠിക്കുമ്പോൾ പ്രോബബ്ലി അവിടെ ബ്രിട്ടീഷ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, മദ്രാസ് പിടിച്ചിരിക്കുമ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആരാ? ഡ്യൂപ്ലേയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഫ്രഞ്ച് സംഘമാണ്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റിനിലേക്ക് പോവാം. അതിന് ട്രീറ്റീസാ, അല്ലേ? ട്രീറ്റീസ്. അപ്പോൾ ട്രീറ്റീസിന് മുന്നേ കുറച്ച് കഥയും കൂടെ പറയാനുണ്ട്. 2 ക്വസ്റ്റിനേ ഉള്ളൂ, അല്ലേ? ഓക്കെ, ശരി. നമുക്ക് ഈ വാർസ് ആൻഡ് ട്രീറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. പറയാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പേഷ്വാസ് ഉണ്ടായിരുന്നു, അത് സാർ ഓൾറെഡി കഴിഞ്ഞതാണ്. നമുക്ക് മറാത്താസിൻ്റെ ആംഗ്ലോ മറാത്ത വാർ അല്ലെങ്കിൽ അവിടെ ട്രീറ്റീസ്, ആംഗ്ലോ കർണാട്ടിക് വാർസ് അവിടെ ട്രീറ്റീസ്, അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ വാർസ് അവിടെ ട്രീറ്റീസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ട്രീറ്റീസും അവിടെ യുദ്ധങ്ങളും, പിന്നെ പ്ലാഷി യുദ്ധം, ബക്സാർ യുദ്ധമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള PYQ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആക്ച്വലി തുടങ്ങുന്നത് മറാത്താസിൻ്റെ സൈഡിൽ നിന്നാണ്. പിന്നെ മറാത്താസ് അറിയാം, പെഷ്വാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അവരാണ് മറാത്താസ് എന്ന് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ പെഷ്വാസ് അവരെ കണക്ട് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് സബ്സിഡിയറി അലയൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. സബ്സിഡിയറി അലയൻസ് ഇത് ആരാ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആരാടാ? ലോർഡ് വെല്ലസ്ലി, അല്ലേ? ലോർഡ് വെല്ലസ്ലി. സോ ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡിയറി അലയൻസ് കൊണ്ടുവരുന്നത്. ഇത് ഒപ്പുവെച്ച ആദ്യത്തെ റൂളർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് റൂളർ ആരെന്ന് ചോദിച്ചാൽ നിസാം ഓഫ് ഹൈദരാബാദ് കേട്ടോ. നിസാം ഓഫ് ഹൈദരാബാദ്. ഇനി മറാത്താസിനിടയിൽ ഫസ്റ്റ് റൂളർ ഇൻ മറാത്താസ് ചോദിച്ചാൽ അത് ബാജിറാവോ സെക്കൻഡ് ആണ് കേട്ടോ. ബാജിറാവോ സെക്കൻഡ്. ഓക്കെ, ശരി. ഇത്ര ഓക്കെ ആണെങ്കിൽ എന്താണ് സബ്സിഡിയറി അലയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അല്ല വേറെ ഒന്നുമില്ല, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള മൂവായിരുന്നു സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ ഇവർക്കൊരു ആർമി ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർക്ക് ഒരൊറ്റയ്ക്കല്ല വന്നത് അല്ലേ, മോൺസ്റ്റർ അല്ല, ഒരു കൂട്ടത്തോടെ വന്നത്. ഇവർ അവിടെ നിന്ന് കുറേ ആർമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആ ഡിവൈഡ് ആൻഡ് കോൺക്വയർ എന്ന് പറയുന്ന ആ ഒരു റൂളിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിരുന്നു സബ്സിഡറി അലയൻസ്. ആ ഒരു ഭയങ്കര ട്രിക്കി, വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവായിരുന്നു. അത് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ആർമി ഉണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ആർമി തരാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ആർമിക്കുള്ള ഫുഡോ ബാക്കി അവരുടെ ചിലവ് മാത്രം നോക്കിയാൽ മതി, ആർമി നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾക്ക് ഇൻറ്റേർണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഏതൊരു കോൺഫ്ലിക്റ്റ് വന്നാലും അത് എന്ത് ചെയ്യും, ആർമിക്കാർ നോക്കും. രണ്ട് കണ്ടീഷനുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ, എക്സ്റ്റേണൽ അല്ലെങ്കിൽ പുറത്തുള്ള വേറെ കൺട്രീസുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വേറെയുള്ള പൊളിറ്റിക്കലി ഒന്നും ഇടപെടാനൊരു കോൺടാക്റ്റ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ലൈക്ക് എക്സ്റ്റേണലി പറഞ്ഞല്ലോ വേറെ അലൈസ് ഒന്നും ഫോം ചെയ്യാൻ പാടില്ല. ഇവർ തന്നെയായിരിക്കും ഇവർക്ക് സ്വന്തമായിട്ട് ആർമീസ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് കണ്ടീഷനെ വെച്ച് എക്സ്റ്റേണൽ അവരുമായിട്ട് പൊളിറ്റിക്സ് ഒരു കോൺടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആർമി ഉണ്ടാകാൻ പാടില്ല. അഥവാ വേറൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ എന്താ, ഇവരുടെ ആർമീസ് അവിടെ ഓരോരോ ഹബ്ബുകളിലുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്, ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ യുദ്ധം ചെയ്യാം. പക്ഷേ ശരിക്കും ഇതാരുടെ ആർമി തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെ ആർമി തന്നെയാണ്. ഇത് ഓർക്കാണ്ട് എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ആർമിയല്ലേ, ഇച്ചിരി ഫുഡും വെള്ളം കൊടുത്താൽ പോലെ എന്ന് ഓർത്ത് എന്ത് ചെയ്തു, എല്ലാവരും ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഒപ്പിട്ട് കൊടുത്ത മഹാനാണ് ആരാ, നിസാം ഓഫ് ഹൈദരാബാദ്. പറയുന്ന ബാക്കിയുള്ള എല്ലാവരും ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മറാത്താസിൽ ആദ്യം കൊടുത്തതാണ് ബാജിറാവോ സെക്കൻഡ്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആർമി ഇല്ല. ശരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാ, ബ്രിട്ടീഷുകാരൊന്ന് മറ്റേ താനോസ് സ്നാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവരങ്ങ് എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസ് അല്ലെങ്കിൽ ഒരു ആർമി ഇവരുടെ ഉള്ളിൽ തന്നെ നിൽപ്പുണ്ട്. വിത്തിൻ ഒരു എക്സ്റ്റേണൽ ഒരു കൺട്രിയുടെ അവിടെ ആയിട്ട് ഫുള്ള് കൺട്രോൾ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈസി ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും ഒരു സീജ് വന്നാൽ. ഓക്കെ, എനിവേ ഇതാണ് സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന. ഇനി പറയുന്നത് ആക്ച്വലി മാസ്റ്റർ സ്ട്രോക്ക് ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് കേട്ടോ. ഇത് എഴുതി വയ്ക്കാൻ കുറേ ഉണ്ട്, എന്നാലും എഴുതാം. മാസ്റ്റർ സ്ട്രോക്ക് ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം അല്ലേ, ബ്രിട്ടീഷുകാരുടെ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അല്ലേ, അതിനല്ലേ അതെ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ, സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നാരാ, ലോർഡ് വെല്ലസ്ലി. ഒരു കഥ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കാരണം ഇവർക്കിടയിൽ തന്നെ നമ്മുടെ പേഷ്വാസ് അല്ലെങ്കിൽ മറാത്താസിനിടയിൽ തന്നെ കുറേ വാർ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ബാറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ, ഇതൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട് ഈ സബ്സിഡറി അലയൻസ് കാരണം. അല്ലാതെയും കുറച്ച് കഥയുണ്ട് പറയാൻ, ഒരുപാടല്ല, പക്ഷേ കൺഫ്യൂസ് ആക്കുന്നില്ല. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, 1, 2, 3 യുദ്ധം ഉണ്ടായിരുന്നു, നമുക്കത് കഴിഞ്ഞിട്ടുള്ള എന്ത് ചെയ്യാം, ആംഗ്ലോ കർണാട്ടിക് വാർസിലോട്ട് പോകാം. മറാത്ത വാർ ഒരു 3 യുദ്ധമുണ്ട്, ഇവരൊക്കെ തമ്മിലാണെന്നുള്ള എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി പറയാനുള്ളത് ആംഗ്ലോ കർണാട്ടിക് വാർ. ആംഗ്ലോ കർണാട്ടിക് വാർ. ഇതിലാണ് കുറച്ച് ട്രീറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആംഗ്ലോ കർണാട്ടിക് വാർസ്. ഓക്കെ, മറ്റേതിൽ അങ്ങനെ ട്രീറ്റീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് പറയാനില്ല. സബ്സിഡറി അലയൻസ് തന്നെയാണ്. അതെ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആംഗ്ലോ കർണാട്ടിക് വാർ അതാ ആംഗ്ലോ ഫ്രഞ്ച് വാർ കേട്ടോ. ആംഗ്ലോ ആരാടാ, ബ്രിട്ടീഷ് അല്ലേ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം. ഇത് നോക്കാമല്ലോ. ശരി, അപ്പോൾ ഇതിനും എഗെയിൻ ഒരു 3 യുദ്ധമുള്ള. ഫസ്റ്റ് ആംഗ്ലോ കർണാട്ടിക് വാർ, സെക്കൻഡ് ആംഗ്ലോ കർണാട്ടിക് വാർ, തേർഡ് ആംഗ്ലോ കർണാട്ടിക് വാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ആംഗ്ലോ കർണാട്ടിക് വാർ സമയത്താണ് ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞായിരുന്നു, നമ്മളൊരു ഒറ്റ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് അത് പോകേണ്ടിയിരുന്നേ, പക്ഷെ കുഴപ്പമില്ല. ആരാ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആംഗ്ലോ കർണാട്ടിക് വാറിന് ആക്ച്വലി ബ്രിട്ടീഷുകാരായി ഈ ചൊറിയുന്നത്. ബ്രിട്ടീഷ് ആദ്യം കയറി ചൊറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫ്രഞ്ചുകാർ കയറി മാന്തി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡ്യൂപ്ലേ. നമ്മൾ നേരത്തെ കണ്ട അതേ പേര് തന്നെയാണ്, ഡ്യൂപ്ലേ. ഓക്കെ, ഡ്യൂപ്ലെക്സ് എന്ന് പറയാം, ഡ്യൂപ്ലേ എന്ന് പറയാം, ഒരാൾ തന്നെയാണ്. ഫസ്റ്റ് ആംഗ്ലോ കർണാട്ടിക് വാറിൽ ആ സമയത്ത് ആരായിരുന്നു ഫ്രഞ്ചിൻ്റെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ഡ്യൂപ്ലെക്സ് ആണ്. ഓക്കെ, ഫ്രഞ്ച് ഗവർണർ ജനറൽ. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ അൻവറുദ്ദീൻ, കുറേ ചന്ദ സാഹിബ്, അങ്ങനെ ഒന്നിൻ്റെ പേരൊക്കെ ഉണ്ട്. ഒരുപാട് പറഞ്ഞാൽ കൺഫ്യൂസ് ആവും. ഓക്കെ, തൽക്കാലം എന്ത് ചെയ്യുക, ഈ പേര് നോട്ട് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതെങ്ങനെ ഒരു ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഈ ആംഗ്ലോ കർണാട്ടിക് വാർസിനെ ഒത്തുതീർപ്പാക്കാൻ 3 ട്രീറ്റി ഉണ്ട് കേട്ടോ. 3 ട്രീറ്റി. ഈ 3 ട്രീറ്റിയും ഒരു കോഡ് വെച്ചാൽ ഓർത്ത് വയ്ക്കേണ്ട APP. എന്താണ്? ആപ്പ്. അതെ, ആപ്പ്. യുദ്ധം തീരാൻ ആപ്പ് വെച്ചു. ഏതാപ്പാ? ഫസ്റ്റത്തെ ആപ്പ്, അല്ലെങ്കിൽ A സ്റ്റാൻഡ്സ് ഫോർ കുറച്ച് ഫ്രഞ്ച് പേരാണ്, ഐ ലെ ചപ്പേൽ ട്രീറ്റി. ഞാൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, പ്രൊണൗൺസിയേഷൻ ചോദിക്കരുത്, ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു
തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. ഐലെ ചപ്പേൽ ട്രീറ്റി കേട്ടോ. ഇത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ, ഇത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ഫസ്റ്റ് ആംഗ്ലോ കർണാടിക് വാറിന് ശേഷം ഇവർ ഒത്തുതീർപ്പാക്കാനുള്ള ട്രീറ്റി ആയിരുന്നു. ഒന്നാമത്തെ ട്രീറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ട്രീറ്റി ഓഫ് ഐലെ ചപ്പേൽ. അതിൽ എ ആണ് ഈ പിടിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ആ എ ആണ് ആപ്പിലെ ആദ്യത്തെ എ എന്ന് പറയുന്നത്. വർഷങ്ങൾ നോട്ട് ചെയ്തോ, 1748. എഴുതുന്നത് വൃത്തിക്കാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതെ കാണാൻ പറ്റുന്നുണ്ടാവും. ഐലെ ചപ്പേൽ ട്രീറ്റി 1748 ആരൊക്കെ തമ്മിലാടാ, ആംഗ്ലോ കർണാടിക് വാർ. അപ്പോൾ ആംഗ്ലോ കർണാടിക് എന്ന് പറയുമ്പോൾ കർണാടക പോകരുത്, ഫ്രഞ്ചുകാരെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം സെക്കൻഡ് ആംഗ്ലോ കർണാടിക് വാർ ഉണ്ട്, AC വാർ. ഈ AC വാറിൽ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ തൊട്ട് അടുത്ത വർഷം 1849 തന്നെ അടുത്ത ചൊറിയും ചിറങ്ങക്കരി ഒരു അടി ഉണ്ടാക്കുന്നുണ്ട്. അത് സോൾവ് ചെയ്യുന്നതാണ് അടുത്ത ട്രീറ്റി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും എടാ, എ പറഞ്ഞു. അടുത്തിനി ആരാ, പി. പി എന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ആരൊക്കെ തമ്മിലാ, ആംഗ്ലോ കർണാടിക് വാറിൽ സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഒരു ഒപ്പന്തം. എന്താടാ ഒപ്പന്തം എന്ന് പറയുമ്പോൾ എന്താ, സന്ധി, അതാ മലയാളം. ഒപ്പന്തം തമിഴാണ്. അപ്പോൾ പോണ്ടിച്ചേരിയിലാണ് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള ആ യുദ്ധത്തിലെ ഒരു സന്ധി സംഭാഷണമാണ്. രണ്ടാമത്തെ ആണെന്ന് നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ ആംഗ്ലോ കർണാടിക് വാറിന് ശേഷം അല്ലേ, തേർഡ് AC വാറിന് ശേഷം വരുന്നതാണ് ട്രീറ്റി ഓഫ് അടുത്ത പി സ്റ്റാൻഡ്സ് ഫോർ പാരീസ്. ഇനി തേർഡ് കർണാടിക് വാറും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ആക്ച്വലി കൂടുതലും ഇവർ തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടായത് ഇന്ത്യയിലല്ല, പുറത്താണ്. ഒരു 7 വർഷത്തോളം പുറത്ത് നമ്മൾ ശരിക്കുള്ള ഫ്രാൻസ്, ശരിക്കുള്ള ബ്രിട്ടീഷുകാർ അല്ലേ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നല്ല യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ റെപ്പർക്കഷൻസും കോൺസിക്വൻസും ഒക്കെ ഇവിടെയും റിഫ്ലക്ട് ചെയ്തു. അങ്ങനെ ഇത് ശരിക്കും പാരീസാണ്. ട്രീറ്റി ഓഫ് പാരീസ് ഇന്ത്യയിലാണോ, അല്ല, ബാക്കിയെല്ലാം പറഞ്ഞതൊക്കെ ഇന്ത്യയിൽ എന്താ, പോണ്ടിച്ചേരി. ഇനി ഓരോ മദ്രാസും മസൂലിപട്ടണവും ശ്രീരംഗപട്ടണവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ട്രീറ്റി ഓഫ് പാരീസ് ഇവിടെ അല്ല, അവിടെയാണ് സോൾവ് ചെയ്തത്. പക്ഷേ അത് കാരണം എന്തായി, പാരീസ് അല്ല, ഫ്രഞ്ചുകാരുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനിച്ച ഇവരുടെ അവസാനത്തെ യുദ്ധം എന്ന് പറയുന്നതാണ് ബാറ്റിൽ ഓഫ് വണ്ടി വാഷ്. ബാറ്റിൽ ഓഫ് വണ്ടി വാഷ്. ഈ വണ്ടി വാഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം, വാഷ് ഔട്ടായി. ആരാ വാഷ് ഔട്ടായേ, കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായി. കംപ്ലീറ്റ്ലി എന്താണ്, ഫീൽഡ് ഔട്ടായത് ആരാടാ, ഫ്രഞ്ചുകാർ. അപ്പോൾ ബാറ്റിൽ ഓഫ് വണ്ടി വാഷോടെ ഫ്രഞ്ചുകാരെന്തായി, വാഷ് ഔട്ടായി. ആരൊക്കെ തമ്മിലാണ്, ബ്രിട്ടീഷുകാർ ഇവരും തമ്മിലാണ്, ഫ്രാൻസുകാരും തമ്മിലാണ്. പക്ഷേ എന്താ, ഇവിടെയല്ല, പുറത്താണ് നടന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ശരി, യെസ്. അപ്പോൾ ബാറ്റിൽ ഓഫ് വണ്ടി വാഷ് ഔട്ടായ ഫ്രഞ്ചുകാർ. ഇനി ഇതിനോടനുബന്ധിച്ച് എന്താ വരുന്നത്, ഒരു ട്രീറ്റി വരുന്നത്. എങ്കിലൊരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയാണ് എന്താ, ട്രീറ്റി ഓഫ് പാരീസ്. ഇതിൻ്റെ വർഷം നോട്ട് ചെയ്തോ, 1763. ഇത് 1760. 1760 വണ്ടി വാഷോടെ വാഷ് ഔട്ട് ആവുന്നു. 1763 ട്രീറ്റി ഓഫ് പാരീസ്, സന്ധി സംഭാഷണം. വാഷ് ഔട്ട് ആയതൊക്കെ ഓക്കെ. പക്ഷേ ഇവിടത്തേക്ക് വേണ്ടിയല്ല, അവിടുത്തെ യുദ്ധം തീരാൻ. ഇവിടെ നിന്ന് പുറത്തായത്, ഇവിടെ നിന്ന് ഫ്രഞ്ച് കോളനി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോഴേക്കാവുമ്പോൾ വാഷ് ഔട്ട് ആവുന്നുണ്ട്. ശരി, യെസ്. കുറേ ഫാക്റ്റ് പറഞ്ഞു, പക്ഷേ നോട്ട് ചെയ്യാം. APP എന്താണ് പറഞ്ഞത്, കോഡാണ്. ഐലെ ചപ്പേൽ ട്രീറ്റി, പോണ്ടിച്ചേരി ട്രീറ്റി, പാരീസ് ട്രീറ്റി. 3 ട്രീറ്റി. ആർക്ക് വേണ്ടിയാ, ആംഗ്ലോ കർണാടിക് വാർ. ഡ്യൂപ്ലൈ പേര് ഓർത്തോണം, ഡ്യൂപ്ലെക്സ്. പിന്നെ ഐലെ ചപ്പേൽ ട്രീറ്റി, ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. അതാണ് നേരത്തെ പറഞ്ഞത്. യെസ്. വർഷം 1748. ഒരു വർഷം കൂടെ പറയാൻ വിട്ടുപോയി, എനിക്ക് ഓർമ്മയില്ല. 1754. ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി വന്നത് 1754 കേട്ടോ. 17 വർഷം ഓർമ്മിക്കാൻ എനിക്കും വീക്കാണ്. പക്ഷേ ഇത് നോട്ട് ചെയ്തോ. കാര്യം SSCയുടെ ആയിട്ട് കുറച്ച് വർഷങ്ങൾ ചോദിക്കാനുള്ള ഒരു ഹാബിറ്റ് കൂടിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് പഠിച്ചാൽ മതി. 1748, 1754. അടുത്ത ആരാ വരുന്നത്, 1763. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആംഗ്ലോ കർണാടിക് വാർസ് തമ്മിൽ പറയാനുള്ളത്. ഒന്നുമില്ല, 3 യുദ്ധങ്ങൾ, 3 ട്രീറ്റീസ്. ആ ട്രീറ്റീസിന് വർഷവും ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി വരുന്നതാണ് നമുക്ക് എന്താ, ആംഗ്ലോ മൈസൂർ വാർ. മൈസൂർ വാറിന് മുന്നേ നമുക്ക് 2 യുദ്ധങ്ങൾ പ്രധാനമായിട്ട് പറയാനുണ്ട്. 2 ചതിയുടെ കഥകൾ. ഏതാടാ, എല്ലാവരും ഗസ് ചെയ്തല്ലോ. 1757, 1764. ഏതാ 2 യുദ്ധങ്ങൾ, വളരെ ഫേമസ് ഉള്ള 2 യുദ്ധങ്ങളാണ്. എന്ത്, പ്ലാഷി യുദ്ധം അല്ലേ, ബാറ്റിൽ ഓഫ് പ്ലാഷി യുദ്ധവും അതുപോലെ തന്നെയാണ് ബാറ്റിൽ ഓഫ് ബക്സാർ. രണ്ട് യുദ്ധം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വയ്ക്കുക, ബാറ്റിൽ ഓഫ് പ്ലാഷിയും ബാറ്റിൽ ഓഫ് ബക്സാറും. ഇനി പ്ലാഷി യുദ്ധം ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇവർ കുറച്ച് ബെൽറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് എന്താ, നവാബായിരുന്ന സിറാജുദ്ദൗളയുമായിട്ടാണ് നേരിടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, സിറാജുദ്ദൗള. പക്ഷെ ഇവിടെ ഒരാൾ ചതിക്കുന്നുണ്ട്, ഒരാൾ ട്രഷറി അല്ലെ, എന്താ ട്രഷറി,
ട്രഷറി അല്ല കേട്ടോ, TRESURY ട്രഷറി. എന്താ മറ്റേ അത് കാശൊക്കെ ഇട്ട് വെക്കൂലേടാ അത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ട്രച്ചറി എന്ന് വെച്ചാൽ ചതി. അപ്പോൾ ചതിയിലൂടെ ഇവിടെ ഇവരെ ചതിച്ചത് ഇവരുടെ കമാൻഡർ ആയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ മിർ ജാഫർ ആണ് നവാബ് സിറാജുദ്ദൗളയുടെ ചീഫ് കമാൻഡർ ആയിരുന്നു. പക്ഷേ അത് ചതിച്ചിട്ട് ആരുടെ കൂടെ കൂടി, ബ്രിട്ടീഷുകാരുടെ കൂടി. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പരാജയപ്പെടുന്നുണ്ട് നവാബായിട്ടുള്ള സിറാജുദ്ദൗള. അങ്ങനെ മിർ ജാഫറിന് നവാബാകുന്നു. പക്ഷേ കർമ്മ എന്ന സാധനമുണ്ട്. ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെ എന്താ, മിർ ജാഫറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിർ കാസിം, ഐ തിങ്ക് കാസിം എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അതെ, PYക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് ഓർമ്മയില്ല, ഞാൻ എഴുതാത്തെ, പോട്ടെ. മിർ ജാഫർ എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ബക്സാറിൽ ആരൊക്കെ തമ്മിലാടാ, കുഴപ്പമില്ല, മിർ ജാഫർ ബാറ്റിൽ ഓഫ് ബക്സാറിൽ എതിർ നിൽക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് യുദ്ധത്തോടെയും ആരുടെ സുപ്രീമസി ഇവിടെ ഉറപ്പായി, ബ്രിട്ടീഷുകാരുടെ സുപ്രീമസി, ബ്രിറ്റ് സുപ്രീമസി. ഇടയ്ക്കൊന്ന് റിലേ കട്ടാവുന്നുണ്ട്, സോറി. ശരി, ഈ രണ്ട് യുദ്ധത്തോടെയും ബ്രിട്സിൻ്റെ സുപ്രീമസി ഇവിടെ ഉറപ്പാവുന്നു. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് ഞാൻ ഇതൊന്നും നോക്കിയാൽ കാണാം, 57 നമ്മുടെ അത് തീർന്നിട്ടുണ്ടോ, ഇല്ല, ഏതാ നമ്മുടെ ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ യുദ്ധം തീർന്നിട്ടില്ല. അപ്പോഴേക്കും ഇവർ ഡിക്ലൈനായി തുടങ്ങി. ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു മേൽക്കോയ്മ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഫ്രഞ്ചുകാരെന്താണ് സ്വാഭാവികമായിട്ടും മുട്ടുകുത്തുന്നുണ്ട് ഇവരുടെ മുന്നിൽ. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ ക്രോണോളജിക്കലി വെച്ച് പറഞ്ഞ അതാണെങ്കിൽ പോലും ഇതും കൂടെ എന്ത് ചെയ്യുക, അതിനോട് ചേർത്ത് വായിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളോ? ഇല്ല, നമുക്കിനി രണ്ട് പോയിന്റ് കൂടെ. ശരി, നമുക്കിനി പറയാനുള്ളത് നമ്മുടെ റോബർട്ട് ക്ലൈവിൻ്റെ കാര്യമാണ്. റോബർട്ട് ക്ലൈവ് എന്ന് പറയുമ്പോൾ 1764 ബക്സാർ യുദ്ധം, 1765 ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായിട്ട് ആര് വരുന്നേ, റോബർട്ട് ക്ലൈവ്. ഓക്കെ, അതുപോലെ തന്നെ ചേർത്ത് പഠിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ആംഗ്ലോ മൈസൂർ വാർസ്. അപ്പോൾ ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹൈദർ അലിയാണ് ഈ മൈസൂരിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഹൈദർ അലി ആരാന്ന് വെച്ചാൽ വഴിയെ പറയാം. ഹൈദർ അലി അവിടുത്തെ വലിയ സംഭവമായിരുന്നു. അപ്പോൾ വഴി എന്ത് ചെയ്തു, ബാക്കിയുള്ളവരെ കൂടെ കൂടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ആക്രമിച്ചു. അങ്ങനെ ഒന്നാം ആംഗ്ലോ മൈസൂർ വാറിലൂടെ ഹൈദർ അലിയാണ് ജയിക്കുന്നത്, ബാക്കിയുള്ളവരെ നമ്മുടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചിട്ട് ട്രീറ്റി വെച്ചു. അപ്പോൾ ഒന്നാമത് ആംഗ്ലോ മൈസൂർ വാർ, ഹൈദർ അലി ജയിക്കുന്നു, ഒരു ട്രീറ്റി വയ്ക്കുന്നു. അതാണ് ട്രീറ്റി ഓഫ്, അതിൻ്റെ കോഡ് ഇതാണ് MMS. മറ്റൊരു ആപ്പ്, രണ്ട് ടെക്നിക്കൽ ടേംസ് അല്ലേ, ഫോണുമായി ബന്ധപ്പെട്ടല്ലേ, ആപ്പും MMSഉം. അപ്പോൾ ആപ്പ് പറയുമ്പോൾ ഐല ചപ്പേൽ, അതുപോലെ തന്നെ പോണ്ടിച്ചേരി, പാരീസ്. ഇവിടെ പറയുമ്പോൾ ട്രീറ്റി ഓഫ് M സ്റ്റാൻഡ്സ് ഫോർ മദ്രാസ്, ട്രീറ്റി ഓഫ് മദ്രാസ്. ഓക്കെ, അപ്പോൾ ട്രീറ്റി ഓഫ് മദ്രാസിലൂടെ ഹൈദർ അലിയും നമ്മുടെ ബ്രിട്ടീഷ് ടേംസിലെത്തുന്നു. അതിനുശേഷം രണ്ടാമത് വരുന്നതാണ് രണ്ടാമത് ആംഗ്ലോ മൈസൂർ വാർ. പിന്നെയും ആ ബ്രിട്ടീഷുകാർ തിരിച്ചടിക്കുന്നുണ്ട്, അവരോട് ചേർന്ന് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് തിരിച്ചടിക്കുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള മറാത്താസായിട്ടൊക്കെ ഒരു നല്ല ടേംസിലൊക്കെ ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ക്യാൻസർ വന്നിട്ട് ഹൈദർ അലി മരിക്കുന്നുണ്ട്. പിന്നെ അധികാരത്തിൽ വന്നത് ഹൈദർ അലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ, അല്ലേ, നമ്മുടെ ടിപ്പു അധികാരത്തിൽ വന്ന ശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ കൂടെ നിന്നവരൊക്കെ കാല് മാറി അവരുടെ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു. അങ്ങനെ കുറച്ച് സെറ്റ് ബാക്സ് ഒക്കെ ടിപ്പു നേരിടുന്നുണ്ട്. എങ്കിലും രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രീറ്റി ഒപ്പുവയ്ക്കുന്നുണ്ട്. അതാണ് ട്രീറ്റി M ഫോർ മസൂലിപട്ടണം, അല്ല മാംഗ്ലൂർ, മസൂലിപട്ടണം മറ്റേന്ന് കയറി വന്നത്, റിലേ കട്ടാവുന്നുണ്ട് കാര്യമാക്കണ്ട. സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിൽ ട്രീറ്റി ഓഫ് മദ്രാസ്, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൽ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. യെസ്, അറ്റ്ലീസ്റ്റ് M വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷനെങ്കിലും കട്ട് ചെയ്ത് പിടിക്കാം, കുഴപ്പമില്ല. ഈ കോഡെങ്കിലും അറിഞ്ഞിരിക്കാം, കുഴപ്പമുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഞാനായുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗ്ലോ മൈസൂർ വാർ മൂന്നാമത് ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത് ആംഗ്ലോ മൈസൂർ വാറായപ്പോൾ തന്നെ പുള്ളിയാറ്റാൻ പറ്റുന്നുണ്ട്. അതിലെന്താ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഇതോടെ കംപ്ലീറ്റ്ലി ടിപ്പു പരാജയപ്പെടുന്നു. എങ്കിലും നാലാമതൊരു ആംഗ്ലോ മൈസൂർ വാറിനും കൂടെ പുള്ളി തയ്യാറെടുക്കുന്നുണ്ട്, നേരെ പോകുന്നുണ്ട്. ആരാ കൊല്ലുന്നത്, ലോർഡ് വെല്ലസ്ലി, നമ്മുടെ
സബ്സിഡറി അലയൻസിലെ ലോർഡ് വെല്ലസ്ലിയുടെ കൂടെയാണ് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നത്. അങ്ങനെ ഈ വർഷം നോട്ട് 1799 എന്താ ടിപ്പു മരിക്കുന്നുണ്ടേ. ഇത് again ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ ഫാക്ട്സ് ആയെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അങ്ങനെ പറയണം. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ തീരുന്നത് ട്രീറ്റി ഓഫ് മദ്രാസിലൂടെയാണ്. സെക്കൻഡ് വരുമ്പോൾ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. മൂന്നാമത് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ഓർമ്മ നിൽക്കത്തില്ല, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് മംഗളൂരും മസൂരും മാറിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, മാംഗ്ലൂർ. ഇനി 14th ആംഗ്ലോ മൈസൂർ വാറിൽ 1799 ആണ് ടിപ്പു ലോർഡ് വെല്ലസ്ലി ഏറ്റുമുട്ടുന്നു. ഇവിടെ ഈ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ടേംസിൽ എഗ്രി ചെയ്ത അവസാനത്തെ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. അതിനുശേഷമൊക്കെ അവിടെ ബ്രിട്ടീഷുകാർക്കാണ് കുറച്ച് പ്രിഫറൻസ് കൂടുതൽ കൊടുത്തത്, കാര്യം അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ പതുക്കെ ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നും ആ ഒരു ബാർഗെയിനിങ് പവർ അല്ലേ എന്താണ് പോയുന്നത് അവസാനമായിട്ട് വരുന്നത് മാംഗ്ലൂരിലെ ട്രീറ്റിയിലാണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് ശ്രീരംഗപട്ടണത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഓർത്തിരുന്നോ, ശ്രീരംഗപട്ടണത്തിൽ വെച്ച് തന്നെയാണ് പുള്ളി മരിക്കുന്നത്. ഓക്കെ, ഒരു എല്ലാം കവർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക, ഉള്ള നോട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കുറച്ച് 8 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പേഷ്വ സൈൻ ദ ട്രീറ്റി ഓഫ് ബസൈൻ വിത്ത് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ട്രീറ്റി ഓഫ് ബസൈൻ പറയാത്തൊരു പോയിന്റാണ്, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ട്രീറ്റി ഓഫ് ബസൈൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യേണ്ടത് ബാജിറാവോ കേട്ടോ. ബസൈൻ ബാജിറാവോ സെക്കൻഡ്. 1 ആണോ 2 ആണോ നിങ്ങൾ പഠിക്കണം, പക്ഷേ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബാ കണക്ട് ചെയ്താൽ എന്താ 3 ഓപ്ഷനും കട്ടായി. ബസൈൻ വരുന്നത് ബാജിറാവോ സെക്കൻഡ്. കാണാപ്പാടം മനസ്സിലാക്കി പഠിക്കുന്നതിന് മാക്സിമം മനസ്സിലാക്കി തന്നെ പഠിക്കുക, അതുപോലെ പഠിച്ചു വയ്ക്കുക. ഒരു രക്ഷയില്ലെങ്കിൽ എന്ത് ചെയ്യുക, കോഡ് വെച്ചെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ബാജിറാവോ സെക്കൻഡ് ട്രീറ്റി ഓഫ് ബസൈനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബാജിറാവോ സെക്കൻഡ് പേഷ്വയാണെന്നും മറാത്താസിൻ്റെ ഡിക്ലൈന് ശേഷം പിന്നെ ആ മറാത്താസിൻ്റെ രീതിയിൽ വരുന്ന ആരാ, പേഷ്വാസ് ആണെന്നും നോട്ട് ചെയ്ത് വെക്കുക. ഈ റാവോ വരുന്നതൊക്കെ എന്താ, അവരാ പേഷ്വാസ കേട്ടോ. ശരി, 4th ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രഞ്ച് പൊസിഷൻസ് ഇൻ ഇന്ത്യ were restored after the Battle of Vandivash by the Treaty of Dash signed in the year 1763 between Britain and France. കണ്ടോ, ബാറ്റിൽ ഓഫ് വണ്ടിവാഷ് എന്ന് പറഞ്ഞാൽ എന്താ, വാഷ് ഔട്ടായി. ആരാടാ വാഷ് ഔട്ടായേ, എവിടെ, ഫ്രാൻസ്. ഫ്രഞ്ചുകാർ വാഷ് ഔട്ടായി. അതിനുശേഷം ട്രീറ്റി ഓഫ് പാരീസ് വരുന്നുണ്ട് അല്ലേ. അത് അത്ര ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, കോപ്പി പേസ്റ്റ് വന്നതാ. മാച്ചള. ഓക്കെ, സോ എന്താ പറഞ്ഞേ, ഫ്രഞ്ച് പോർഷൻസ് റീസ്റ്റോർ ചെയ്യുന്ന എപ്പോഴാണ്, ബാറ്റിൽ ഓഫ് വണ്ടിവാഷിലൂടെയാണ്. അത് വരുന്നത് എന്താ, ട്രീറ്റി ഓഫ് പാരീസ്. കണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ CPOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CPOക്ക് ചോദിച്ച 23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്ത് ചെയ്യും, ഇനിയും റിപ്പീറ്റ് ചെയ്യും. സോ ട്രീറ്റി ഓഫ് പാരീസ് കണ്ടോ, ഒറ്റ ക്വസ്റ്റ്യൻ ഒറ്റയാണ്, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, 7 years of war in the 18th century was fought between Britain and Dash. ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തിട്ടൊരു പോയിന്റാണ്. എന്താ, 18ാം നൂറ്റാണ്ടിൽ ഒരു 7 വർഷത്തോളം ഒരു വാർ വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലല്ല, പുറത്ത് അല്ലേ, ബ്രിട്ടനും. ഇവിടെ സ്പെയിനിൻ്റെ കാര്യം പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, ഇല്ല. പോർച്ചുഗൽ ഇല്ല, ജർമ്മനി ഇല്ല, പിന്നെ ആരാ വരുന്നത്, ഫ്രാൻസ് അല്ലേ. ആംഗ്ലോ കർണാട്ടിക് വാർസ് വരുന്നത് 3rd ആംഗ്ലോ കർണാട്ടിക് വാർ ട്രീറ്റി ഓഫ് പാരീസ് നടത്തുന്നുണ്ട്. ബാറ്റിൽ ഓഫ് വണ്ടിവാഷ് ഇത് വരുന്നത് എപ്പോഴാണ്, 7 വർഷത്തോളം പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണ്, ബ്രിട്ടനും ഫ്രാൻസും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ
ഫ്രഞ്ച് പൊസിഷൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നത്? ട്രീറ്റി ഓഫ് പാരീസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗ്ലോ മറാത്ത വാസ് റിസൾട്ട് ഇൻ ദ മെർജിങ് ദ പേഷ്വാസ് ടെറിട്ടറീസ് വിത്ത് ദ ബോംബെ പ്രസിഡൻസി? ഓക്കെ, പ്രസിഡൻസി ഇത് മൂന്നെണ്ണം ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അതിലെ ബോംബെ പ്രസിഡൻസി അല്ലേ, ഏതൊക്കെയാണ് പ്രസിഡൻസി വരുന്നത്? പ്രസിഡൻസി ടൗൺസ് ബോംബെ ഉണ്ട്, പിന്നെ കൽക്കട്ട ഉണ്ട്, പിന്നെ മദ്രാസ് ഉണ്ട് അല്ലേ. ശരി, നോക്കി ഓക്കെ, പറഞ്ഞിടത്തി ആംഗ്ലോ മറാത്ത വാർ അല്ലേ. സോ ആംഗ്ലോ മറാത്ത വാറിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്ന? പേഷ്വാ ടെറിട്ടറീസ്. ഓക്കെ, അല്ല പറയാത്തൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംഗ്ലോ മറാത്ത വാസ് റിസൾട്ട് ഇൻ ദ മെർജിങ് ഓഫ് പേഷ്വാ ടെറിട്ടറി? നമ്മൾ പേഷ്വാസ് ഓൾറെഡി കവർ ചെയ്ത്, മേ ബി സാർ പറഞ്ഞ പോയിന്റ് ആയിരിക്കും. എന്തായാലും ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. തേർഡ് ആണ് കേട്ടോ ആംഗ്ലോ. മൂന്നാമത് തേർഡ് ആംഗ്ലോ മറാത്ത വാർ. ഈ മറാത്ത വാർ അധികം പറയാനില്ല, നമ്മൾ എടുത്ത പോയതാണ്. പക്ഷേ ഈ പേഷ്വാസിനെ പറ്റിയൊക്കെ ലാസ്റ്റ് സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എന്താണ് തേർഡ് ഇതിലാണ് ഇവരെന്താണ് ബോംബെ പ്രസിഡൻസിയുമായിട്ട് പേഷ്വാസിൻ ടെറിട്ടറീസ് മെർജ് ചെയ്ത് അല്ലെങ്കിൽ എന്താ ലിങ്ക് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ. മിർ കാസിം നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്റിൽസ് ഓഫ് ഇന്ത്യ? നമ്മൾ എന്താ പറഞ്ഞത്? താഴെ പറയുന്നതിൽ ഏത് ബാറ്റിലുമായിട്ടാണ് മിർ കാസിം എന്ന പേര്? നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് മിർ ജാഫർ എന്ന പേര് നമ്മൾ പഠിച്ചത് ബാറ്റിൽ ഓഫ് പ്ലാസിയുമായിട്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസിയുമായിട്ടാണ് മിർ ജാഫറിൻ്റെ പേര്. പക്ഷെ ഇവിടെ എന്താ ഉത്തരം? മിർ കാസിം. ഞാൻ നേരത്തെ ഭയങ്കര സ്പെല്ലിങ് കെ ആണോ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് കെ അല്ല ക്യൂ എന്നാ കേട്ടോ. മിർ കാസിം വരുന്നത് എന്താ? ബാറ്റിൽ ഓഫ് ബക്സാർ ആണ് കേട്ടോ. ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം വർഷം ഏതാണ്? 1764. ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഓക്കെ, ശരി. 8th question. In which year did Tipu Sultan die defending his capital ശ്രീരംഗപട്ടണം? കേട്ടോ, അവിടെ സെറിംഗപട്ടണം എന്നാണ്, പക്ഷേ ശ്രീരംഗപട്ടണത്തിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, എന്ത് ചെയ്യുക നോക്കുക. MTS വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണെന്ന് നോക്കിയാടാ. നമ്മൾ പഠിച്ച പോയിന്റ് ആണ് അല്ലേ. ശ്രീരംഗപട്ടണം ട്രീറ്റി പറഞ്ഞ എപ്പോഴാണ്? ലാസ്റ്റിലെ തേർഡ് കഴിഞ്ഞ് 4th ലോർഡ് വെല്ലസ്ലി ഏറ്റുമുട്ടി ശ്രീരംഗപട്ടണം എന്ന ക്യാപിറ്റൽ ഡിഫെൻഡ് ചെയ്ത് അദ്ദേഹം മരിക്കുന്ന വർഷം ഏതാണ്? 1799 കേട്ടോ. 1799. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടിയല്ലോ, ഹിസ് ക്യാപിറ്റൽ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൈസൂർ അല്ലേ, അവരുടെ ക്യാപിറ്റൽ മൈസൂർ എംപയർ അല്ലെങ്കിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ക്യാപിറ്റൽ എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയണ്ടേ? ശ്രീരംഗപട്ടണം കേട്ടോ. ശ്രീരംഗപട്ടണം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ MMS എന്നാ കോഡ് അല്ലേ. ആംഗ്ലോ മൈസൂർ വാറിൻ്റെ കോഡ് എന്താണ്? MMS. M സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് M എന്താ? മദ്രാസ്. രണ്ടാമത് ഏതാ? മാംഗ്ലൂർ. തേർഡ് ഏതാടാ? MMS ശ്രീരംഗപട്ടണം. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്തല്ലോ. 9th question. ബാറ്റിൽ ഓഫ് സ്വാലി അല്ലെങ്കിൽ സ്വാലി ഹോൾ രണ്ടും കാണിച്ചിട്ടുണ്ടേ. ആരൊക്കെ തമ്മിലാടാ? ബ്രിട്ടീഷ് ഫോർട്ട് അഗെയിൻസ്റ്റ് ദ ഡാഷ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, CHS ക്വസ്റ്റൻ ആണ്. 21 അപ്പോൾ ഇച്ചിരി പഴയതാണെങ്കിലും എന്താ പഴയ വീഞ്ഞ് പുതിയ തുരുത്തിൽ വെച്ച് എന്താ ഇവർ കൊടുക്കും, പുതിയ കുപ്പിയിലാക്കി വിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അത് പഠിച്ചു വയ്ക്കുക. GK ഉറപ്പായിട്ടും എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇനി ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ ബ്രിട്ടീഷുകാർ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? ഡാനിഷ് ആണോ? ലാസ്റ്റ് വന്നു ആരാ? പോടാ ബീഫ്. എഫ് വരുന്നത് എന്താടാ? ഫ്രഞ്ച്. ഓക്കെ, 9th question. ഡൗട്ട് വന്നപ്പോഴാണ് ലൈവ് ആയിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് അല്ലേ. പോർച്ചുഗീസ് ആണ്. ബാറ്റിൽ ഓഫ് സ്വാലി ഹോൾ.
ഫസ്റ്റത്തെ കേട്ടോ, ഫസ്റ്റ് വരുന്ന ആരാ? പോർച്ചുഗീസാണ്. അവരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ. പോർച്ചുഗീസ്. ഇന്ന് കുറച്ച് കറക്ഷൻസ് വരുന്നുണ്ട്, ഞങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സൈൻ ദ ട്രീറ്റി ഓഫ് അലിനഗർ വിത്ത് ദ ബ്രിട്ടീഷ്? എല്ലാം വാർസ് ആൻഡ് ട്രീറ്റീസ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല, ഉറപ്പായിട്ടും അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ ബ്രിട്ടീഷുകാരുമായിട്ട് ട്രീറ്റി ഓഫ് അലിനഗർ ഒപ്പുവയ്ക്കുന്ന ആരാണ്? മിർ കാസിം. എവിടെ പഠിച്ചത്? മിർ കാസിം ബാറ്റിൽ ഓഫ് ബുക്സാറാണ്. പിന്നെ മിർ ജാഫർ, ജാഫയിൽ 6 വന്നില്ല. ജാഫർ ആരാടാ? ബാറ്റിൽ ഓഫ് പ്ലാഷി 757. ഇവിടെ വരുന്ന ഉത്തരം അലിനഗറിലെ ട്രീറ്റി സൈൻ ചെയ്താണ് സിറാജുദ്ദൗളയാണ്. സിറാജുദ്ദൗള എവിടെ നമ്മൾ കണ്ട? ബാറ്റിൽ ഓഫ് പ്ലാഷി തന്നെയാണ്. മിർ ജാഫർ ആരാ? അതിന് കമാൻഡർ ആയിരുന്നു. ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാരുടെ കൂടി തോൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ട്രീറ്റി ഓഫ് അലിനഗർ ആരുമായിട്ട് കണക്ട് ചെയ്യുക? സിറാജുദ്ദൗളയിൽ കണക്ട് ചെയ്യുക. ബ്രിട്ടീഷുകാരുടെ ഒപ്പിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻ നമ്മൾ കൊണ്ടുവന്ന് 10 ക്വസ്റ്റ്യൻ മാക്സിമം ഡാറ്റ കുത്തി കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കീ പോയിന്റ്സ് ആണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് വർഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ടോപ്പിക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാറിപ്പോകരുത്. കറക്റ്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്നായിരിക്കും നമ്മുടെ മെഡീവൽ ഹിസ്റ്ററിയുടെ അവസാന ക്ലാസ്. നെക്സ്റ്റ് ഡേ നമ്മൾ നാളെ തൊട്ട് മോഡേൺ ഹിസ്റ്ററി നമ്മൾ എന്താ ബാറ്റിൽ ഓഫ് 1857 അല്ലേ, 1857 നമ്മുടെ ആദ്യത്തെ മീററ്റിൽ വന്ന ബാറ്റിലോട് നമ്മൾ എന്ത് ചെയ്യും? ശിപായി ലഹള നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് മോഡേൺ ഹിസ്റ്ററി ആയിരിക്കും. ഉറപ്പായും ആൻഷ്യൻ്റ് ഹിസ്റ്ററിയും മിഡിൽ ഹിസ്റ്ററി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും കട്ടക്ക് നിൽക്കുക. നല്ല നല്ല പോയിന്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് PYQ പോയിന്റ്സുകൾ ഉണ്ടാവും. സോ നമുക്ക് കാണാം.